ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുളകിട്ട തെരണ്ടിക്കറിയാണ്. എല്ലാവരും ഈ റെസിപ്പി തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ആദ്യം തന്നെ 1/2 കിലോ അളവിലുള്ള തെരണ്ടി നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായ 2 തക്കാളി വേണം, ചെറിയൊരു കഷ്ണം ഇഞ്ചി വേണം, പിന്നെ ഒരു സവാളയുടെ പകുതി നമുക്കിവിടെ അരിഞ്ഞു വെച്ചത് വേണം, പിന്നെ ഒരു 4-5 വെളുത്തുള്ളി ചതച്ചത് വേണം, പിന്നെ ഒരു 3 പച്ചമുളക് നെടുകെ കീറി വെച്ചതാണ്, അതുകൂടെ വേണം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പുളിയാണ്. ഈ ഒരു വലുപ്പത്തിലുള്ള പുളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് ചെറിയൊരു ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുതിർക്കാൻ വെക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞിട്ട് മാറ്റി വെക്കാം. പിന്നെ നമ്മളുടെ മൺചട്ടി എടുത്തിട്ട് നമ്മൾ അതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം, പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം, പിന്നെ അതിലേക്ക് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം, അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും പച്ചക്കറികൾ ആദ്യം ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇതിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ 1 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ഉപ്പ് എടുത്തത്. നിങ്ങളുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുത്തത്. എന്നിട്ടത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ഫ്ലെയിം ഓൺ ചെയ്ത് അടുപ്പത്തേക്ക് നമുക്ക് തിളയ്ക്കാനായിട്ട് വെക്കാം. അടുപ്പത്തേക്ക് വെച്ചിട്ട് നമ്മളിതൊന്ന് പെട്ടെന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെക്കണം. പച്ചക്കറികളും തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഒരു 5-10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന കഷ്ണങ്ങളൊക്കെ വെന്തോ എന്നൊക്കെ നമ്മൾ ഈ ഒരു സമയത്ത് നോക്കുക. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കുക. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തെരണ്ടി കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. എല്ലാ കഷ്ണങ്ങളും മൊത്തത്തിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മളുടെ ഈ മസാലയെല്ലാം ആ മീനിലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചതുക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് സമയം കൂടെ അടച്ച് വെച്ച് കറി ഒന്ന് വേവിച്ചെടുക്കണം. കറി ഒന്ന് അടച്ച് വെക്കാം നമുക്ക്. ഇനി നമുക്ക് കറി ഒന്ന് കുറച്ച് സമയം കഴിഞ്ഞ് തുറന്ന് നോക്കാം. കറിയെല്ലാം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. കഷ്ണങ്ങളൊക്കെ നല്ല വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മീൻകറി ഒന്ന് വറവിടണം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം ഈ താളിപ്പ് നമ്മളുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മളുടെ മീൻ കറി ഒരു സെർവിങ് ബൗളിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. ഈ തെരണ്ടിക്കറി നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഈ തെരണ്ടിക്കറി കഴിക്കാനായിട്ട് പറ്റും. അത്രയേറെ സൂപ്പർ ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിലൊക്കെ ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ഇനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.